ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. മത്തായി 5:4. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവായ യേശുക്രിസ്തു ഒരു മലയിൽ കയറി അവിടെ ഉപദേശിക്കുമ്പോൾ ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗിരിപ്രഭാഷണത്തിലെ ആ ഒരു കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനങ്ങളിൽ ഒന്നാണ് ഇത്. ദുഃഖമുള്ളവനെ ആശ്വസിപ്പിക്കുന്ന ദൈവം. യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് ആശ്വാസം ലഭിക്കും. സാധാരണ ദുഃഖമുള്ളവർ ഭാഗ്യവാന്മാരല്ല, അവർ നിർഭാഗ്യവാന്മാരാണ് എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും, അവർ ഭാഗ്യവാന്മാരാണ്. കാരണം സ്വർഗരാജ്യം നിമിത്തം ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ദുഃഖം വന്നു എന്ന് വരാം. എന്നാൽ ആ ദുഃഖത്തിന് അതിന് ഒരു ആശ്വാസം നൽകി സ്വർഗരാജ്യത്തിൽ നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. എന്തുകൊണ്ടാണ് ഇവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നത്? കാരണം ദൈവരാജ്യ നിമിത്തം ചിലപ്പോൾ മനുഷ്യന് ചില കഷ്ടതയുടെ പാനപാത്രം ലഭിച്ചു എന്ന് വരാം. കർത്താവായ യേശുക്രിസ്തു സെബദി മക്കളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ, കുടിക്കാൻ തയ്യാറാണോ എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. കാരണം അവർ ഉന്നതമായ സ്ഥാനം ആഗ്രഹിച്ചു. അതിന് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ കഷ്ടത ഏറ്റുവാങ്ങുവാൻ തയ്യാറാണോ? അപ്പോൾ ഇവിടെ കാണുന്നത്, ഒരുപക്ഷെ ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ നമുക്ക് ഭൂമിയിൽ ചില പാനപാത്രം ലഭിക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് ആശ്വാസം ലഭിക്കും. കാരണം സ്വർഗത്തിൽ നമുക്ക് ചിലപ്പോൾ ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭൂമിയിൽ ചില കഷ്ടതയുടെ പാനപാത്രം കുടിക്കേണ്ടതായിട്ട് ഉണ്ടാവാം. സബദി മക്കളോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അവർ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇടത്തും വലത്തും അവിടെ ഇരിക്കണം. അതാണ് സബദി ചോദിക്കുന്ന ഒരു കാര്യം. എന്നാൽ കർത്താവ് പറയുന്നത്, അത് എൻ്റെ പിതാവ് ആർക്ക് കൊടുക്കുന്നുവോ അവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ക്രൂശീകരണ സമയത്ത് വളരെ കഷ്ടമേറ്റു. പിന്നീട് കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ കർത്താവിന് ഏറ്റവും വലിയ സ്ഥാനം പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുവാൻ ലഭിച്ചു. ഇവിടെ കാണുന്നത് ചില കഷ്ടതയുടെ പാനപാത്രം നമ്മൾ ഭൂമിയിൽ ഏൽക്കേണ്ടി വന്നാൽ നമുക്ക് ദൈവം ആശ്വാസം തരുന്നതാണ്. ആ ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമാണ്, ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കഷ്ടമുണ്ടെങ്കിൽ നാം ധൈര്യപ്പെടണം. ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു നമ്മളോടൊപ്പമുണ്ട്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. കാരണം ലോകത്തെ ജയിച്ച ക്രിസ്തു നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദുഃഖം കടന്നു വന്നെങ്കിൽ ആ ദുഃഖത്തെ സന്തോഷമാക്കി ആശ്വാസം തരുന്നവനാണ്. മാത്രമല്ല, നമുക്ക് നിത്യജീവനിലെങ്കിൽ നമുക്കതിനൊരു അവകാശവും തരും. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നേടണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഭൂമിയിൽ ഒരു കഷ്ടതയുടെ പാനപാത്രത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു തുരങ്കത്തിനകത്തൂടെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ട്രെയിൻ എന്ന് പറയുന്നത് തുരങ്കത്തിനകത്ത് കയറുമ്പോൾ അല്പനേരത്തേക്ക് ഇരുട്ട് അനുഭവപ്പെടാറുണ്ട്.
എന്നാൽ അല്പനേരം കഴിഞ്ഞ് ആ തുരങ്കത്തിന് വെളിയിലേക്ക് ആ ട്രെയിൻ സഞ്ചരിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കാണാം പിന്നെയും ആ ഇരുട്ടുമാറി വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നു. ഇതുപോലാണ് നമ്മളുടെ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ കഷ്ടതയുടെ പാനപാത്രം അല്ലെ ദുഃഖത്തിന്റെ പാനപാത്രം ഒരു പക്ഷേ നമുക്ക് ലഭിച്ചു എങ്കിൽ അത് അല്പനേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ തുരങ്കത്തിനകത്തൂടെ ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊരു ഇരുട്ടാണ്, അത് അല്പനേരത്തേ ഉള്ളൂ. എന്നാൽ ഈ ട്രെയിനെ നിയന്ത്രിക്കുന്ന ആൾക്ക് അറിയാം അല്പനേരം കഴിഞ്ഞ് ഈ ട്രെയിൻ വെളിച്ചത്തിലേക്ക് തന്നെ എത്തിച്ചേരും. ഇതുപോലെ നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മളെ നയിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് നമ്മോടൊപ്പം. ഈ യേശുവിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. അവന് നമ്മളെ ആ എത്തിക്കേണ്ട തുറമുഖത്ത് നമ്മളെ എത്തിക്കും. താൽക്കാലികമായി നമ്മൾ ആ ട്രെയിനകത്ത് ഇരിക്കുമ്പോൾ ഒരു ഇരുട്ടനുഭവപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ ഒരു ഇരുട്ടിന്റെ അനുഭവം കടന്നു വന്നു എന്ന് വരാം. അത് അല്പനേരത്തേനേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഈ ട്രെയിൻ ആ തുരങ്കം കഴിഞ്ഞ് വെളിച്ചത്തിലേക്ക് സഞ്ചരിച്ച് വരുമ്പോൾ ആ ഇരുട്ട് മാറിപ്പോയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ അനുഭവത്തിന്റെ ഇരുട്ട് അല്പകാലം കഴിയുമ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ യേശു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. നമ്മെ നിയന്ത്രിപ്പിക്കുന്നവനായ ദൈവം നമ്മളുടെ ജീവിത പടകിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവാണ് അമരക്കാരനായി ഉള്ളതെങ്കിൽ ഈ പടകിന്റെ ഏത് ഇളകുന്ന തിരമാലകളെയും നിയന്ത്രിക്കുവാൻ കഴിയുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ മുമ്പേ കണ്ടു, ആ ട്രെയിൻ നിയന്ത്രിക്കുന്ന ആൾക്കറിയാം അത് എപ്പോൾ അത് വെളിയിലിറങ്ങുമെന്ന്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് ഒരു ദുഃഖം കടന്നു വരുന്നുവെങ്കിൽ ആ ദുഃഖത്തിനെ മാറ്റി ഒരു വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. അവരുടെ ആശ്വാസം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ. കാരണം നമ്മെ നിയന്ത്രിക്കുന്നവനായ കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. നിത്യമായ സ്വർഗത്തിൽ നമുക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. സബദി മക്കളോട് പറഞ്ഞതുപോലെ, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിപ്പാൻ തയ്യാറാണ്. അപ്പോൾ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ ചില സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ചിലപ്പോൾ ദുഃഖത്തിൻ്റെതായ അനുഭവം നമ്മൾ കടന്നുപോയി എങ്കിൽ അത് മാറ്റി ആശ്വാസം നമുക്ക് തരുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം ആ ദുഃഖത്തെ മാറ്റുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. വചനം നമുക്ക് വായിച്ചു വരുമ്പോൾ പല മനുഷ്യരും ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയവരാണ്. ഹന്നായുടെ കഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ വളരെ കാലം വളരെയധികം പ്രസംഗങ്ങളിലൂടെയും കേട്ടിട്ടുള്ളതാണ് ഹന്നായുടെ ജീവിതം. തനിക്ക് ഒരു കുഞ്ഞില്ലാതെ വളരെ ഭാരപ്പെട്ട് ദുഃഖത്തോടെ ഇരിക്കുന്ന നാഴികയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ ദുഃഖത്തെ ഹന്ന ദൈവസന്നിധിയിൽ കൊടുത്തു. ആ ദൈവത്തോട് വിശ്വസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് ഹന്നായിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. അതുകൊണ്ട് ഇവിടെ കാണുന്നത്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ആ ദുഃഖിച്ച വ്യക്തിക്ക് ഒരാശ്വാസം കൊടുത്തു. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നവനാണ് കർത്താവ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ യേശുവിന് ചില ആ ക്രൂശീകരണ സമയത്ത് വളരെയധികം കഷ്ടമുണ്ടായി എങ്കിലും ആ കർത്താവിന് പിന്നീട് പുത്രനായി ആ യേശു ക്രിസ്തുവിന് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാൻ വരം കിട്ടി, അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടായി. അത് ദൈവം കൊടുത്തിരിക്കുന്നതാണ്.
ആ അധികാരം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പിതാവ് കൊടുത്തിട്ടല്ലാതെ ഒന്നും പുത്രന് സ്വതവേ എടുക്കാൻ കഴിയുന്നതല്ല. കർത്താവ് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവ് തനിക്ക് തന്നിട്ടില്ലാത്തത് അല്ലാതെ ഒന്നുമില്ല, തന്നിട്ടുള്ളതേ ഉള്ളൂ. എന്തൊക്കെ ഉപദേശിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ പിതാവിന്റെ ആ കൽപ്പന പ്രകാരമാണ് പുത്രൻ വന്നത്. അപ്പോൾ പിതാവ് കൊടുത്തിട്ടുള്ളതാണ് പുത്രൻ ലഭിക്കുന്നത്. അതുപോലെ പിതാവിന്റെ വലത്തിരിപ്പാനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടിയാണ് കർത്താവിന്. ഇവിടെ കാണുന്നത്, നമുക്ക് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരണ സമയത്ത് ദുഃഖിച്ചെങ്കിൽ യേശു ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് കൊണ്ട് ഏറ്റവും അധികം ഭാഗ്യവാനായി മാറി. ഇന്ന് നമ്മളുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ ദുഃഖത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ നമ്മൾ ആ ദൈവസന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുവെങ്കിൽ, ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസത്തോടെ ആ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് അടുത്തു വരുന്നു എങ്കിൽ, നമ്മളുടെ ജീവിതത്തിലെ ദുഃഖം ഏതു തന്നെയാണെങ്കിലും ആ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുവെങ്കിൽ ആ ദുഃഖത്തെ മാറ്റി സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. മാത്രമല്ല, സ്വർഗരാജ്യത്തിൽ നമുക്കതിനുള്ള പ്രതിഫലവും ലഭിക്കും. ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അത് നമ്മൾ എന്താ പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നന്മ ലഭിക്കാൻ ഒരു അനുഭവം ലഭിച്ചു എങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് സ്വർഗത്തിലുണ്ടാകും. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ നിത്യജീവനായി എഴുന്നേൽക്കും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ദുഃഖമുണ്ടെങ്കിലും നമ്മളുടെ ആത്മീക ജീവിതത്തിൽ നല്ല ആത്മീകമായ നന്മ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്കതിനുള്ളൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. നമ്മളുടെ ഏത് ദുഃഖമാണെങ്കിലും അതിനെ മാറ്റി അതിനെ നമുക്ക് സന്തോഷമാക്കി തീർത്ത് സ്വർഗത്തിൽ നമുക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും. ജയിക്കുന്നവന് കിരീടം കൊടുക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. വെളിപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ പ്രതിഫലമുണ്ടാവും. വചനത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ശബ്ദമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ദുഃഖമാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധി ചെല്ലുന്നെങ്കിൽ ആ ദുഃഖത്തെ മാറ്റി നമ്മളെ ആശ്വസിപ്പിച്ച് നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ആശ്വാസം തന്നു ആ സ്വർഗത്തിൽ നമുക്ക് ആവശ്യമായ അതിനുള്ള സ്ഥാനം തന്ന് നമ്മളെ മാനിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ദുഃഖം തന്നെയാണെങ്കിൽ ആ ദൈവസന്നിധി നമ്മൾ കടന്നു വന്ന് ആ ക്രിസ്തുവിന്റെ കാൽക്കലേക്ക് നമ്മൾ അത് കൊടുക്കുന്നുവെങ്കിൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ച് മാനിച്ച് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തി നമ്മളെ ഭാഗ്യവാനാക്കി മാറ്റും. അതുകൊണ്ട് ദുഃഖിക്കുന്നവർ എന്ന് പറയുന്നത് ഭാഗ്യവാന്മാരാണ്, അവർക്ക് ആശ്വാസം കൊടുക്കും. ഇന്നത്തെ ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.